ഹായ് ഗൈസ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ലേണിഫൈന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ നമ്മുടെ SSLC 2025 ഓണം പരീക്ഷ എഴുതുന്നവർക്ക് ഫിസിക്സിലെ രണ്ടാമത്തെ ചാപ്റ്റർ അല്ലെ ലെൻസസ് അഥവാ ലെൻസുകൾ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്നും ക്വസ്റ്റ്യൻ പ്രഡിക്ഷൻ ആണ് നൽകാൻ പോകുന്നത്. 100% ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് 36+ മാർക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ സാധിക്കുന്ന ചോദ്യങ്ങളാണ് ഞാൻ ഇവിടെ തന്നിട്ടുള്ളത്. ഓരോ മാർക്ക് വൈസ് ചോദ്യങ്ങളാണ്. 1 മാർക്കിന് 5 ചോദ്യങ്ങൾ, 2 മാർക്കിന് 4 ചോദ്യങ്ങൾ, 3 മാർക്കിന് 4 ചോദ്യങ്ങൾ, 5 മാർക്കിന് 4 ചോദ്യങ്ങൾ. ഈ ഒരു മെത്തേഡിലാണ് നമ്മൾ ഇത് തെളിഞ്ഞത്. മാക്സിമം എല്ലാവർക്കും വീഡിയോയുടെ ലിങ്ക് നിങ്ങൾ ഷെയർ ചെയ്യണം. അതേപോലെ നമ്മളിവിടെ ഫോളോ ചെയ്യണം. യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും നിങ്ങൾ അക്കൗണ്ട് നിങ്ങൾ ഫോളോ ചെയ്യുക. അതേപോലെ ക്ലാസ്സുകളുടെ ഫ്രീ നോട്ട് വേണമെങ്കിൽ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ചെയ്യാം. അപ്പൊ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ള കേസിൽ ഭാഗത്തേക്ക് നമുക്ക് നിങ്ങൾ റെഡിയാണോ? ഞാൻ റെഡി. നോക്കാം. നമുക്ക് ഓരോ ചോദ്യങ്ങളും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതുണ്ട്. നോക്കാം. നമുക്ക് ഫസ്റ്റ് ചോദ്യം നോക്കാം. ഈ ഒരു ചാപ്റ്ററിൽ നിന്നും ഇടാൻ പോകുന്ന വ്യക്തി, ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഇടാൻ പോകുന്ന വ്യക്തി ചോദിക്കാൻ സാധ്യതയുള്ള ഒരു 5 1 മാർക്കിന്റെ സെറ്റ് ഓഫ് ചോദ്യങ്ങളാണ് ഞാൻ ഇവിടെ നൽകിയിട്ടുള്ളത്. 1 മാർക്കിന്റെ 5 ചോദ്യങ്ങളാണ് ഞാൻ ഇവിടെ നൽകിയിട്ടുള്ളത്. ഇതിൽ ഏതെങ്കിലും ഒരു 4 എണ്ണോ അല്ലെങ്കിൽ നമ്മൾ 1 മാർക്കിന് ഏതെങ്കിലും 4 5 എണ്ണം ആയിരിക്കും ഇവിടെ ചോദിക്കാം. ഓക്കെ, നോക്കാം. ഫസ്റ്റത്തെ ചോദ്യം ഇംഗ്ലീഷ് പറയാൻ, മലയാളം പറയുന്നില്ല, നിങ്ങൾ എന്നാലും നോക്കാം. ഓക്കെ, വാട്ട് ഈസ് ദ ലെൻസ് ദാറ്റ് കൺവേർജ് റേസ്? അറിയാലോ കിരണങ്ങളെ എല്ലാത്തിലേക്ക് വരുന്ന ഓരോ ലൈറ്റുകൾ എല്ലാവരും ഒരൊറ്റ പോയിന്റിലേക്ക് കൊണ്ടുവരുന്ന ലെൻസിന്റെ പേര് എന്താണ്? അത് കോൺവെക്സ് ലെൻസ് ആണ്. ഓർത്ത് വെക്കുക. അടുത്തത് SI യൂണിറ്റ് ഓഫ് ഫോക്കൽ ലെങ്ത്. ഫോക്കൽ ലെങ്ത്തിന്റെ SI യൂണിറ്റ് എന്താണ്? ഓൾറെഡി അറിയാം നിങ്ങൾക്ക്, മീറ്റർ എന്നാണ്. അടുത്തത് വാട്ട് ഈസ് 1 ഡയോപ്റ്റർ? ഒരു ഡയോപ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? അതും നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ളതാണ് കേട്ടോ. 1 ഡയോപ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പവർ ആൻഡ് അതിന്റെ ഫോക്കൽ ലെങ്ത് 1 മീറ്റർ അല്ലെങ്കിൽ 100 സെന്റിമീറ്റർ ഉണ്ടായിരിക്കണം. വിച്ച് ലെൻസ് ഫോംഡ് ബൈ വെർച്വൽ ഇമേജ്? ഏത് ലെൻസ് ആണ് വെർച്വൽ ഇമേജ് ഫോം ചെയ്യാൻ സഹായിക്കുന്നത്? ഏതാണ്? കോൺകേവ് ലെൻസ് ആണ് വെർച്വൽ ഇമേജ് ഫോം ചെയ്യാൻ സാധിക്കുന്നത്. കോൺകേവ് ലെൻസ് ആണ്. അടുത്തത് വാട്ട് ഈസ് ദ സൈൻ ഓഫ് ഫോക്കൽ ലെങ്ത് ഓഫ് എ കോൺവെക്സ് ലെൻസ്? ഒരു കോൺവെക്സ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് ഓഫ് എ കോൺവെക്സ് ലെൻസ് ഒരു എന്തായിരിക്കാം? ഒരു കോൺവെക്സ് ലെൻസിലെ ഫോക്കൽ ലെങ്ത്തിന്റെ സൈൻ എന്താണ്? അത് പോസിറ്റീവ് ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ അതാണ് 1 മാർക്കിന്റെ ചോദ്യങ്ങളായിട്ട് നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ളത്. 2 മാർക്കിന് വരാൻ സാധ്യത, 2 മാർക്കിന് നിങ്ങളോട് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. 2 മാർക്കിന് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്ന ചോദ്യമാണ് ഇത്. നോക്കാം. റൈറ്റ് എനി 2 റൂൾസ് ഫോർ ഇമേജ് ഫോർമേഷൻ ഇൻ കോൺവെക്സ് ലെൻസ്. കോൺവെക്സ് ലെൻസിൽ ഇമേജ് ഫോർമേഷനിൽ ബാധകമായിട്ടുള്ള 2 റൂളുകൾ എഴുതാൻ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, 2 റൂളുകൾ എഴുതാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങൾക്ക് ഓർത്ത് വെക്കാം. ഓക്കെ, അതും നിങ്ങൾക്ക് ഓർത്ത് വെക്കാൻ സാധിക്കും. ഓക്കെ, വലിയ ഇഷ്യൂ ഒന്നും ഇല്ലാതെ സൗണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഫാൻ ഓൺ ആക്കിയിരുന്നു. അതുകൊണ്ട് ഇഷ്യൂ ഉണ്ടാവില്ല എന്നൊക്കെ കരുതാണ്. ഓക്കെ, അപ്പൊ അതാണ് നിങ്ങൾക്ക് ആ ഒരു ഭാഗത്തിൽ ചോദ്യം വരാൻ സാധ്യതയുള്ളത് കേട്ടോ. അപ്പം അത് നിങ്ങൾ എന്ത് ചെയ്യുക? ഓർത്ത് വെക്കുക. അതൊക്കെ ഇമ്പോർട്ടന്റ് ചോദ്യങ്ങളല്ലേ നമ്മൾ പറയൂ. അടുത്ത് നോക്കാം. ഡിഫൈൻ പ്രിൻസിപ്പൽ ഫോക്കസ് ആൻഡ് ഒപ്റ്റിക്കൽ സെന്റർ. എന്താണ് പ്രിൻസിപ്പൽ ഫോക്കസും അതേപോലെ ഒപ്റ്റിക്കൽ സെന്റർ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നോട് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ അതൊക്കെ ഞാൻ പറയുന്ന ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് എക്സാമിന് എക്സ്പെക്ട് ചെയ്യാൻ സാധ്യത ചോദ്യങ്ങളാണ്. നെക്സ്റ്റ് നോക്കാം. അടുത്തത് അതിന്റെ ആൻസറോട് കൊടുത്തിട്ടുണ്ട്. ഡിഫൈൻ ചെയ്യാം. നമ്മളെ ഈ ഒരു ഡയഗ്രാം കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നിങ്ങൾ ഡിഫൈൻ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അടുത്തത് കമ്പയർ കോൺവെക്സ് ആൻഡ് കോൺകേവ് ലെൻസ്. കോൺവെക്സിനെയും അതേപോലെ കോൺകേവ് ലെൻസിനെയും കമ്പയർ ചെയ്യുക. അതിന് രണ്ടിനും ഓരോ പോയിന്റ് വേണം. ഒരു ടേബിൾ വരയ്ക്കുക ആൻഡ് കോൺകേവ് കോൺവെക്സ് ചെയ്യുക. അതിന്റെ ഓരോ പോയിന്റിനും 2 പോയിന്റ് എഴുതി. ഒരു കോൺകേവ് 2 പോയിന്റ് ചെയ്യുക, കോൺവെക്സിന് 2 പോയിന്റ് ചെയ്യുക. അതേപോലെയാണ് നിങ്ങൾ ഈ ഒരു ആൻസർ സോൾവ് ചെയ്യേണ്ടത്. ആൻഡ് വാട്ട് ഈസ് ദ പവർ ഓഫ് ലെൻസ് സ്റ്റേറ്റ് ഇറ്റ്സ് യൂണിറ്റ്? എന്താണ് ഒരു ലെൻസിന്റെ പവർ എന്ന് പറഞ്ഞാലും അതേപോലെ അതിന്റെ യൂണിറ്റ് എന്താണെന്ന് നിങ്ങൾ എന്ത് ചെയ്യാം? എഴുതുക. മസ്റ്റായിട്ടും എഴുതുക. നെക്സ്റ്റ് ഇനി നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ളത് 3 മാർക്കിന്റെ ചോദ്യങ്ങൾ. 3 മാർക്കിന്റെ ചോദ്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. 3 മാർക്കിന്റെ ചോദ്യങ്ങൾ ഒരു 4 എണ്ണമാണ് നമുക്ക് വരാൻ സാധ്യതയത്. എ ലെൻസ് ഹാസ് ഫോക്കൽ ലെങ്ത് +25 ആൻഡ് ഫൈൻഡ് ദ പവർ. ഒരു പ്രോബ്ലം ബേസ്ഡ് ചോദ്യങ്ങളാണ്. നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് ചോദിക്കുക. ഒരു പ്രോബ്ലം ബേസ്ഡ് ചോദ്യമാണ്. അപ്പം +25 എന്ന് പറയുമ്പോൾ അതിനെ കൺവേർട്ട് ചെയ്യണം. എത്ര? +25 എന്ന് പറഞ്ഞാൽ അതിനെ പവറിലേക്ക് കൺവേർട്ട് ചെയ്യണം. പവറിന്റെ യൂണിറ്റ് ഡയോപ്റ്റർ ആണ്. അപ്പോൾ മൊത്തത്തിൽ ആൻസർ വരിക +4D ആണ് വരിക. അതിന്റെ സോൾവിങ് എങ്ങനെയാണ് സോൾവ് ചെയ്തതിന്റെ വീഡിയോ നിങ്ങൾക്ക് വേണമെങ്കിൽ കമന്റ് ബോക്സിൽ തരിക കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. റൈറ്റ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇമേജ് ഫോർമേഷൻ ബൈ ദ കോൺവെക്സ് ലെൻസ്.
ഒന്ന് ബിയോണ്ട് 2F, അറ്റ് 2F, ബിറ്റ്വീൻ എഫ് ആൻഡ് ഒ. ഇതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ, ഇതിന്റെ എന്താണ് ഇതിന്റെ ഇമാജിൻ ഫോർമേഷൻ ഉണ്ടാവുന്ന കാര്യങ്ങൾ, 2F എന്താണ് സംഭവിക്കുക, എഫിൽ എന്താണ് സംഭവിക്കുക, ബിറ്റ്വീൻ എഫ് ആൻഡ് ഒ എന്താണ് സംഭവിക്കുക എന്നുള്ള കാര്യങ്ങൾ, റിയൽ ആണോ, ഇൻവേർട്ടർ ആണോ, വെർട്ടിക്കൽ ആണോ, അങ്ങനെ ആ ഒരു കേസ്, സെയിം സൈസ് ആണോ, ഹൈലി എലിവേറ്റഡ് ആണോ, വെർച്വൽ ആണോ, അങ്ങനെ ആ ഒരു കാര്യങ്ങൾ ഓറിയന്റഡ് ആയിട്ട് നിങ്ങൾ അതും പഠിക്കുക. ഇമാജിൻ ഫോർമേഷന്റെ റിസൾട്ടുകൾ കേട്ടോ. അടുത്ത നോക്കാം, മൂന്നാമത് ഡ്രോ. ഒരു വരയ്ക്കാനുള്ള ചോദ്യം ഉണ്ടാകും, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഡ്രോ എനി ഡയഗ്രാം വെൻ ഒബ്ജക്റ്റ് ഈസ് അറ്റ് 2F ഇൻ കോൺവെക്സ് ലെൻസ്. 2F ഉള്ള ഒരു കോൺവെക്സ് ലെൻസ് ഉണ്ട്. ഓക്കെ, 2Fലാണ് കോൺവെക്സ് ലെൻസ്. ഒരു ഡയഗ്രാം വരയ്ക്കാൻ 2F കൂടെ കടന്നു പോകുന്ന ലൈറ്റ് കടന്നു പോകുന്ന ഇത് വരയ്ക്കണം എന്നാണ് പറഞ്ഞുള്ളത്. വരയ്ക്കാൻ ശ്രമിക്കുക. എല്ലാ കാര്യങ്ങളും മോസ്റ്റ് ഇമ്പോർട്ടന്റ് വരയ്ക്കാൻ ചോദിക്കുക 2F ആ 2F ഞാൻ പറയുകയും ചെയ്യും. ഓക്കെ, an object is placed at 10 centimeter front of a concave lens with focal length 50 centimeter. Draw ഡയഗ്രാം എന്ന് പഠിക്കാൻ ചോദിച്ചിട്ടുണ്ട്. അതിന്റെ ഈ ഒരു ലെങ്ത് ഞാനൊക്കെ വെച്ചിട്ട് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, ചോദ്യം വരും എന്ന് ഞാൻ പറയുന്നത്. ഇതേപോലെയാണ് നിങ്ങൾ ഡ്രോ ചെയ്യാതെ പറയുമ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് പ്ലേസിൽ 10 സെന്റിമീറ്റർ മുമ്പിൽ ഫ്രണ്ട് ഓഫ് കോൺകേവ് വെച്ച് നിങ്ങൾ ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇത്രയാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം. 3 മാർക്കിന് നിങ്ങളോട് ഓണപരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളത്. 3 മാർക്കിന് ചോദ്യങ്ങളാണ് ഇവിടെ ചോദിക്കാൻ സാധ്യതയുള്ളത്. പിന്നെ 4 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ളൂ. ഈ ഒരു 4 ചോദ്യങ്ങൾ നിങ്ങൾക്ക് 4 മാർക്കിന് നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ളൂ. അതിൽ ഒന്നാമത് ചോദ്യം, ഒരു എക്സ്പ്ലെയിൻ ദ ഇമാജ് ഫോർമേഷൻ കോൺവെക്സ് ലെൻസ് അറ്റ് ഡിഫറെന്റ് ഒബ്ജക്റ്റ് പൊസിഷൻ അറ്റ് ഇൻഫിനിറ്റി ബിയോണ്ട് 2F, അറ്റ് 2F, അതേപോലെ ബിറ്റ്വീൻ എഫ് ആൻഡ് 2F ആൻഡ് അറ്റ് എഫ്, ബിറ്റ്വീൻ ഒ ആൻഡ് എഫ്. ഇത്രയും കാര്യങ്ങളെ കുറിച്ച് ഇമാജ് ഫോർമേഷനെ കുറിച്ചുള്ള വ്യത്യാസങ്ങൾ എന്തെല്ലാം എന്നാണ് എഴുതാൻ ചോദിച്ചിട്ടുള്ളത്. ടേബിൾ ഉൾപ്പെടുത്തണം, ഡയഗ്രാമുകൾ ഉൾപ്പെടുത്തണം, അതിന്റെ നേച്ചർ, പൊസിഷനിങ്, ഇമാജിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ ഉൾപ്പെടുത്തുക. അത്രയും കാര്യങ്ങളും അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ പറഞ്ഞ ചോദ്യം മാത്രം പഠിച്ചു പോയിക്കണോ, നല്ല മാർക്ക് സ്കോർ ചെയ്യാം. റൈറ്റ് ലെൻസ് ഫോർമുല ആൻഡ് എക്സ്പ്ലെയിൻ ഈച്ച് term. Calculate imagine distance when u is equal to minus 20 cm and f is equal to plus 10 cm. ഒരു പ്രോബ്ലം സോൾവിംഗ് ചോദ്യമാണ്. 1 by f is equal to 1 by v plus 1 by v minus 1 by u എന്ന ഇക്വേഷനെ വെച്ച് നിങ്ങൾക്ക് ചെയ്തു നോക്കാം. ഓക്കെ, ഇക്വേഷൻ ഇത് സോൾവ് ചെയ്യുന്ന വീഡിയോ ആണെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ആൻഡ് നമ്മുടെ മൂന്നാമത്തെ ചോദ്യം, 4 മാർക്കിലെ മൂന്നാമത്തെ ചോദ്യം നോക്കാം. ഡിസ്ക്രൈബ് വിത്ത് ഡയഗ്രാം ഹൗ കോൺകേവ് ലെൻസ് ഫോംസ് ഇമാജ്. അതായത് ഡിസ്ക്രൈബ് ചെയ്യണം എന്താണ് ഡയഗ്രാം ഹൗ കോൺകേവ് ലെൻസ് ഫോംസ് ഇമാജിൻ. കോൺകേവ് ലെൻസിൽ എങ്ങനെയാണ് ഇമാജിൻ ഫോർമേഷൻ നടക്കുന്നത്, അതിന്റെ ഇമാജിനെ കൊണ്ട് നിങ്ങൾ ഡിസ്ക്രൈബ് ചെയ്ത് കൊടുക്കും, എഴുതി കൊടുക്കുക കേട്ടോ. അതിൽ ഡയഗ്രാം ഉൾപ്പെടുത്തണം, അതിനെ എന്താക്കണം എക്സ്പ്ലനേഷൻ കൊടുക്കണം. അത് വെർച്വൽ ആണോ ഡിമിനിഷ്ഡ് ആണോ കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. ദെൻ നമ്മുടെ 4 മാർക്കിലെ അവസാനത്തെ കിടുവായിട്ടുള്ള ചോദ്യം, എ ലെൻസ് ഹാസ് പവർ 3 plus 3D. Find the focal length in centimeter. It's a convex or concave. ഇത്ര പറഞ്ഞുള്ളൂ. നമുക്കൊരു +3D തന്നിട്ടുണ്ട്. അതിന്റെ ഫോക്കൽ ലെങ്ത് സെന്റിമീറ്ററിൽ എത്രയാണെന്ന് അറിയില്ല, കണ്ടുപിടിക്കണം. ആൻഡ് ഇതിന്റെ ഇത് കോൺവെക്സ് ആണോ കോൺകേവ് ലെങ്ത് ആണോ എന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, ഇക്വേഷൻ ഒക്കെ യൂസ് ചെയ്യാം. അതിന്റെ ആൻസർ എന്ന് പറയുന്നത് കോൺവെക്സ് ലെങ്ത് ആയിട്ടാണ് കൺവേർട്ട് ചെയ്യുക. അപ്പോൾ ഇതേപോലെ ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത് ഈ ഒരു ഓണപരീക്ഷയ്ക്ക് രണ്ടാമത്തെ ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് മോസ്റ്റ് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്ന ചോദ്യങ്ങൾ ഇത്രയും ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഓണപരീക്ഷയ്ക്ക് ഈ ഒരു ഭാഗങ്ങളിൽ നിന്നും പഠിക്കാൻ സാധിക്കുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഇത്രയും ചോദ്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് പഠിക്കാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നമ്മൾ മൂന്നാമത് ചാപ്റ്ററിന്റെ 1 മാർക്ക് റെക്കോർഡ് ചെയ്യാനുണ്ട് ആൻഡ് മൂന്നാമത് ചാപ്റ്ററിന്റെ പ്രെഡിക്ഷൻ റെക്കോർഡ് ചെയ്യാനുണ്ട് കേട്ടോ. അപ്പൊ എല്ലാവർക്കും അടിപൊളിയായിട്ട് നല്ല മാർക്ക് സ്കോർ ചെയ്ത ഫിസിക്സ് നിങ്ങൾ ഓക്കെ ആക്കും. അതിന്റെ ഇത്രയും കണ്ടന്റ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി തന്നിട്ടുണ്ട്. സോ എല്ലാവർക്കും ബൈ, താങ്ക് യു ഫോർ വാച്ചിങ്, ഹാവ് എ നൈസ് ഡേ. അടുത്ത വീഡിയോ കണ്ടുമുട്ടാം. സോ ബൈ.